الله الرحمن الرحيم. بسم الله عظيم القدرة والشان شديد المكر والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനികളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ നേരെ പുതുതായി വന്ന ചില ആക്രമണങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും നേരെ വന്നിരിക്കുന്ന പുതിയ ചില ആക്രമണങ്ങൾ, അതിനെ നേരിടുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രധാനമായ ഉദ്ദേശം. വാസ്തവത്തിൽ മുസ്ലിം മതപണ്ഡിതന്മാർക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. അതായത് മറ്റ് മതസ്ഥരെ വില താഴ്ത്തി അതല്ലെങ്കിൽ അവരെ ഇടിച്ചു താഴ്ത്തി കാണിക്കുക എന്ന ഒരു സ്വഭാവം മുസ്ലിം മതപണ്ഡിതന്മാർക്ക് ഇല്ല തന്നെ. ഇവിടെ കേരളത്തിൽ വളരെ കാലം മുതൽക്ക് ഇസ്ലാമിന്റെ ഉലമാക്കളും പണ്ഡിതന്മാരും പ്രസംഗിക്കുകയും വയത് പറയുകയും മറ്റു പല പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാം തന്നെ അതിൽ വളരെ പഴക്കം ചെന്ന ആളുകളും ആണ്. എന്നാൽ ആ നിലക്ക് ഒരു ചരിത്രവും നമ്മുടെ മുമ്പിൽ ഇല്ല. മറ്റ് മതസ്ഥരുടെ സംബന്ധിച്ച് വല്ല ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ വല്ല കക്ഷിത്വം ഉണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങളോ അത് ടച്ച് ചെയ്തുകൊണ്ട് അത് സ്പർശിച്ചുകൊണ്ട് സംസാരിക്കുകയെന്ന പതിവ് നമുക്കില്ല. പക്ഷേ ഇന്ന് നാം ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നാം എന്ത് ചെയ്യണം? അത് കണ്ടുകൊണ്ട് നമുക്ക് നിൽക്കാൻ പാടില്ലല്ലോ. അതായത് ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും അതിന്റെ വാക്യങ്ങളും എടുത്ത് നോട്ടീസുകളായും കൊണ്ട് യാതൊരു ആവശ്യവും കൂടാതെ യാതൊരു അർത്ഥവും ഇല്ലാതെ പരിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾ എടുത്തുദ്ധരിക്കുമ്പോൾ അതിന് വല്ല അർത്ഥവും വേണം. വായിച്ചു നോക്കുമ്പോൾ യാതൊരു അർത്ഥവും അതിനുണ്ടായിരിക്കുകയില്ല. ആ നിരക്കുള്ള നോട്ടീസുകളും പ്രസിദ്ധീകരണങ്ങളും പ്രസംഗങ്ങളും അങ്ങാടി പ്രസംഗങ്ങളും അതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് അടങ്ങിയിരിക്കുക സാധ്യമല്ലല്ലോ. പക്ഷേ ആ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട എല്ലാവരും അതിന് ഉത്തരവാദികൾ ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അവരിലും വിവേകവും ബുദ്ധിയും ഉള്ളവരുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാവരും അതിന് ഉത്തരവാദി എന്നല്ല ഞാൻ പറയുന്നത്. അതിന് വെറുക്കുന്നവരും ക്രിസ്തീയ സമുദായത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യബോധവും വിവേകബുദ്ധിയും ഉള്ളവർ അത്തരം പ്രവൃത്തികളെ വെറുക്കാതെ ഇരിക്കുകയും ഇല്ല. അവരോട് നമുക്ക് ഒന്നും തന്നെ സംസാരിക്കാൻ ഇല്ല തന്നെ. നാം ഇവരെ ആ ഒരു നിലപാട് വെച്ചുകൊണ്ട് മാത്രം അല്ല, ഇവരെ യഥാർത്ഥ നില എന്താണ് എന്ന്, ഇത്തരം കാര്യങ്ങളുടെ യഥാർത്ഥ നില എന്താണെന്ന് മനസ്സിലാക്കേണ്ടുന്ന സമയം നമുക്ക് ആകണമായിരിക്കും. അത് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം സ്തുതിക്കുക തന്നെ വേണം. അതിന് ആ നില വെച്ചുകൊണ്ട് അല്പം സംസാരിക്കുക മാത്രമേ നാം ചെയ്യുന്നുള്ളൂ. ഈ സംസാരം കൊണ്ട് മറ്റേതെങ്കിലും ഒരു ജനവിഭാഗത്തെ ആക്ഷേപിക്കുകയോ അർത്ഥമില്ലാതെ വല്ലതും സംസാരിക്കുകയോ അതൊന്നും നമുക്ക് ചേർന്നതല്ല. നാം ഒരിക്കലും അത് ചെയ്യാൻ തയ്യാറുമില്ല. പക്ഷേ
അവൻ ഈ തുടങ്ങി വെച്ചത് കൊണ്ട് കക്ഷി ഏതോ ആവട്ടെ, തുടങ്ങി വെച്ചത് കൊണ്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ നാം നിർബന്ധിതരായിരിക്കുകയാണ് എന്നുള്ളതാണ് പരമാർത്ഥം. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച്, അതായത് വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ആദ്യം തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. അതായത് ഞാനും തന്നെ എന്റെ ചെറുപ്രായത്തിൽ പരിശുദ്ധ ഖുർആൻ നാം ശരിക്ക് മനസ്സിലാക്കുന്നുണ്ട്. ചെറിയ ചെറിയ കിതാബുകൾ ഓടുമ്പോഴും എല്ലാം തന്നെ നാം കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കിതാബിൽ ഉണ്ടതാൻ 4 വേദങ്ങൾ: തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഫുർഖാൻ, അലീം. അങ്ങനെ 4 വേദങ്ങൾ ആണെന്ന് നമുക്കറിയാം. അതിന്റെ സത്യാവസ്ഥയെ സംബന്ധിച്ചല്ല, അത് 4 കൂടുതൽ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചല്ല ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതെന്തോ ആവട്ടെ, ഈ വാക്ക് നാം കേൾക്കുമ്പോൾ, അതായത് വേദങ്ങൾ 4 തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഫുർഖാൻ, അലീം, ഇങ്ങനെയുള്ള വേദങ്ങൾ 4 എന്ന് നാം കേൾക്കുമ്പോൾ നമുക്ക് പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നും, നാം ചിന്തിച്ചു പോകും. ആര് മുസ്ലിംകളായ നമ്മൾ ചിന്തിച്ചു പോകും, ഈ ഖുർആൻ അല്ലാത്ത മറ്റ് 3 വേദങ്ങളും പരിശുദ്ധ ഖുർആന്റെ നിലപാടിൽ തന്നെ ഉള്ള വേദങ്ങൾ ആണ് എന്നാണ് നാം ചിന്തിക്കുക. പരിശുദ്ധ ഖുർആൻ നമുക്ക് ശരിക്ക് പരിചയം ഉണ്ടല്ലോ, അതേപോലെയുള്ള ഗ്രന്ഥങ്ങളാണ് മറ്റുള്ളവയും എന്നാണ് നാം ചിന്തിച്ചു പോവുക. അങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന്റെ ചിന്ത എളുപ്പത്തിൽ പോകുന്നത്. ഞങ്ങളും എല്ലാം തന്നെ ചെറുപ്രായത്തിൽ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുവചനങ്ങളാണ്. ആ തിരുവചനങ്ങൾ വേർതിരിച്ചുകൊണ്ട് നബിവചനങ്ങൾ വരെ അതിൽ ഉൾപ്പെടുത്താതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുവചനങ്ങൾ വേർപ്പെടുത്തിയും കൊണ്ട് അത് മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രത്യേകം നിഷ്കർഷണം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ കൂടെ യാതൊന്നും തന്നെ എഴുതാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്ത് സ്വഹാബത്തിനെ ഉണർത്തിയിട്ടുള്ളത്. തന്നെയും അല്ല, പരിശുദ്ധ റമദാൻ ശരീഫിൽ ആണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത്. ആ പരിശുദ്ധ റമദാൻ ശരീഫ് കൊല്ലം കൊല്ലം ആവർത്തിക്കപ്പെടുമ്പോൾ അതുവരെ അവതരിച്ച മുഴുവൻ ഖുർആൻ വാക്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ വാക്യങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും തമ്മിൽ ഒത്തുനോക്കുകയും ചെയ്യും. മുഴുവൻ അവതരിച്ച് മുഴുവൻ ഗ്രന്ഥങ്ങൾ, മുഴുവൻ വാക്യങ്ങൾ ആ നിരക്ക് ഒത്തുനോക്കും. ഒരു കൊല്ലം കഴിയുമ്പോൾ അത് ശരിക്ക് ഒത്തുനോക്കിയിട്ടുണ്ട്. ഇമാം ബുഖാരി പോലെയുള്ള വളരെ വിശ്വാസയോഗ്യന്മാരായ മഹാന്മാരായ അയിമത്തിന്റെ ഇമാമുകളുടെ റിപ്പോർട്ടാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽനോട്ടത്തിലായും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുവചനങ്ങൾ വേറിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ആണ്. യാതൊരു സംശയത്തിനും അവകാശം ഈ കാലം വരെ ഒരു മനുഷ്യൻ, മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, ആരും തന്നെ അതിൽ സംശയം പ്രകടിപ്പിച്ചിട്ടില്ല, പ്രകടിപ്പിക്കാൻ സാധ്യവും അല്ല. ആയിരക്കണക്കായ ഹിഫാദികൾ അതിന് മനഃപാഠം ഇട്ട മഹാന്മാർ, സ്വഹാബത്തിൽ തന്നെ അഷ്റഫുൽ ഖൽഖിന്റെ ശിഷ്യന്മാരിൽ നിന്ന് തന്നെ സ്വഹാബത്ത്, അവരിൽ തന്നെ മഹാത്മാരായ ഖുർആൻ മനഃപാഠം ഇട്ട മഹത്തുക്കൾ ധാരാളം റാഷിദുകൾ മറ്റ് തുടങ്ങി വളരെയധികം ആളുകൾ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ മനഃപാഠം ഇട്ടവരാണ്. പരിശുദ്ധ ഖുർആനിനെ 5 വക്ത് നമസ്കാരത്തിലും ശരിക്ക് അതിന്റെ ഓരോ സൂറകളും നിത്യേന മുസ്ലിം ലോകത്തിൽ ഓതി അന്ന് മുതൽക്ക് ഓതി വരുന്നതും ആണ്. ഞാൻ അത് കൂടുതൽ ദീർഘിച്ച് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, നമുക്കറിയാമല്ലോ. പക്ഷേ ഈ സദസ്സിൽ മുസ്ലിമുകൾ അല്ലാത്ത മറ്റു വല്ലവരും ഉണ്ടെങ്കിൽ അവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി അല്പം സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
നിലക്ക് യാതൊരു വ്യത്യാസവും കൂടാതെ അത് ലോകം മുഴുക്കെ സമ്മതിച്ച് പരമാർത്ഥവും ആണ്. ഇസ്ലാമിന്റെ കഠിന സപ്പോർട്ടുകൾ വരെ ആ പദ്ധതി സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതേ ക്രമത്തിൽ തന്നെയായിരിക്കും മറ്റ് വേദഗ്രന്ഥങ്ങളും എന്നാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങളും എല്ലാം തന്നെ ചെറുപ്രായത്തിൽ ശരിക്ക് സൂക്ഷ്മമായി പരിശോധിക്കുന്നതിന് മുമ്പ് ആ നില ഇല്ലാതിരുന്നു മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ പരമാർത്ഥം അതല്ല. മറ്റു വേദഗ്രന്ഥങ്ങൾ ആ വേദഗ്രന്ഥങ്ങളുടെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, അത് ആർക്കും തന്നെ നിഷേധിക്കാൻ സാധ്യവും അല്ല. ലോകത്തിൽ ഉള്ള ഏത് കക്ഷികൾക്കും അത് നിഷേധിക്കാൻ സാധ്യവും അല്ല. അതിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഇഞ്ചിയിൽ തന്നെ നാം എടുക്കാം. ഇഞ്ചിയിൽ അല്ലെങ്കിൽ ബൈബിൾ. ഇഞ്ചിയിൽ എന്ന പരിശുദ്ധ ഖുർആനോ മുസ്ലിം സമുദായമോ പറയുന്ന ആ ഇഞ്ചിയിൽ തന്നെയാണോ ഇന്ന് അവരുടെ കൈവശത്തിൽ ഉള്ള ബൈബിൾ എന്ന് നാം ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകുന്നത്. വളരെ ആശ്ചര്യകരമായ ചില സംഗതികൾ ആണ് നമുക്ക് മുമ്പിൽ പ്രത്യക്ഷമാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് ക്രിസ്ത്യൻ സമൂഹത്തിനും അത് നിഷേധിക്കാൻ സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും കടുത്ത യാഥാർത്ഥ്യങ്ങളും പരമാർത്ഥങ്ങളും ആണ്. അതെന്തുകൊണ്ടെന്നാൽ രണ്ട് വേദപുസ്തകങ്ങൾ ആണ്. ഒന്ന് പഴയ വേദഗ്രന്ഥം, മറ്റൊന്ന് പുതിയത്. ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ് എന്നവർ പറയും. അതിനെ സംബന്ധിച്ച് ആ രണ്ടിനെ സംബന്ധിച്ചും ശരിക്ക് ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണം, ഒരു പരിശോധന അതിനെ സംബന്ധിച്ച് നടത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വെറും ഒരു ചരിത്ര ഗ്രന്ഥം എന്ന നിലയ്ക്ക് പിന്നീട് ഈസ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം പിന്നീട് എഴുതപ്പെട്ട പുസ്തകങ്ങൾ ആണ്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മുസ്ലിമീകളായ നമുക്ക് ആശ്ചര്യം തോന്നും. അവർക്ക് യാഥാർത്ഥ്യവും ഗ്രഹിക്കാമല്ലോ. ഇവിടെ ഒരാളെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അതൊന്നുമല്ല നമ്മളുടെ ഉദ്ദേശം. ഇങ്ങനെ സംസാരിക്കാൻ വഴിയുണ്ടാക്കിയത് നമ്മളല്ല. ഇത് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. നമ്മളെ കൊണ്ട് ഈ നിലയ്ക്ക് സംസാരിപ്പിക്കുകയാണ് അവർ തന്നെ ചെയ്തിട്ടുള്ളത് എന്ന് അവർ ഓർക്കണം. ഞങ്ങളുടെ സ്വഭാവം അതല്ലല്ലോ. അതുകൊണ്ട് നമ്മളെ കൊണ്ട് സംസാരിപ്പിച്ചത് കൊണ്ടിട്ട് നാം അതിന്റെ കണ്ടി തുറക്കുന്നതായിട്ട് ഓർത്തു. അങ്ങനെയാണ് അതിന്റെ പരമാർത്ഥം. നമ്മുടെ ക്രിസ്തീയ സുഹൃത്തുക്കൾ അവരും ശ്രദ്ധിക്കണം. അവരെ ആക്ഷേപിക്കലല്ല നമുക്ക് ഉദ്ദേശം. ഞങ്ങളല്ല ഇതിന്റെ കാരണഭൂതർ. ഇതിന്റെ കാരണഭൂതർ നിങ്ങൾ ആ സമുദായത്തെ ഞാൻ പൊതുവെ യാതൊരു നിലക്കും ആക്ഷേപിക്കുന്നില്ല. അതിൽപ്പെട്ട ഏതോ ചില കക്ഷികൾ, ആ കക്ഷികളുടെ പ്രവൃത്തി, പക്ഷേ ആ പ്രവൃത്തി കൊണ്ട് ആ സമുദായം ഒട്ടാകെ അതിന് സമുദായത്തിന്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കുന്നതായി വന്നുവല്ലോ. അങ്ങനെ സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വന്നുവല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ സമുദായത്തെയോ ഒട്ടാകെ ഒന്നായി സംസാരിക്കുകയല്ല, ആക്ഷേപിക്കുകയും അല്ല, ആരെയും തന്നെ ആക്ഷേപിക്കുകയല്ല. ഈ കടുത്ത അനീതി ചെയ്തവരെയും ഞാൻ ആക്ഷേപിക്കുകയല്ല, ഉണർത്തുന്നേ ഉള്ളൂ. കടുത്ത അനീതി എന്നാൽ യാതൊരു ആവശ്യവും കൂടാതെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, തിരുവചനങ്ങൾ, അത് മുസ്ലിം സമുദായത്തെ വളരെ വ്രണപ്പെടുത്തുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആനിന്റെ തിരുവചനങ്ങൾ യാതൊരാവശ്യവും കൂടാതെ അസ്ഥാനത്ത് ഉദ്ധരിക്കുന്നു. അങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് അനാവശ്യങ്ങൾ അതിനെ തുറന്നുകൊണ്ട് എഴുതുകയും അങ്ങാടി പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്നത്.
അതിന് എല്ലാവരും ഉത്തരവാദി എന്നല്ല, ആരെങ്കിലും ഉത്തരവാദിയായിട്ടുള്ളവർ അവര് ചെയ്തിരിക്കുന്ന അബദ്ധം ചെയ്തത് വമ്പിച്ച ഒരു അബദ്ധം ആണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതാണ് ഇതിന് കാരണമായത്. അതായത് പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ മുസ്ലിം സമുദായം അങ്ങേ അറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തിരുവചനങ്ങളാണത് എന്ന് തെളിഞ്ഞിരിക്കുന്ന വാക്യങ്ങളും ആണ്. അത് ഈ നിരക്ക് അനുകൂലപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾക്ക് അത് വലിയ മനോവേദന ഉണ്ടാക്കി തീർക്കുന്ന കാര്യമാണ്. അത് ക്രിസ്ത്യൻ സമുദായത്തിൽ ഉത്തരവാദപ്പെട്ടവരും ബുദ്ധിയുള്ളവരും ചിന്താഗതിയുള്ളവരും ഉണ്ടായിരിക്കുമല്ലോ. അവർ ആ സംഗതി മനസ്സിലാക്കി തടഞ്ഞുകൊള്ളണം എന്നേ പറയുന്നു. ഏതായാലും നാം തെറ്റിദ്ധരിച്ച ക്രമത്തിൽ അല്ല ബൈബിളിന്റെ സ്വഭാവം നിൽക്കുന്നത്. ഇത് ബൈബിളാണ്, ഇവിടെയുണ്ട്. അതിന്റെ സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുവചനങ്ങളെ ഈസ നബി അലൈഹിസ്സലാം, ഈസ നബിയോ അതെ, അത് നമുക്ക് പിന്നീട് അതിനെ സംബന്ധിച്ച് ആലോചിക്കാം. നബിയോ അല്ലാഹുവിന്റെ മകനോ ദൈവപുത്രനോ അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഏതായിരുന്നാലും ഈസ നബി അലൈഹിസ്സലാമിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കാലത്തിൽ രേഖപ്പെടുത്തപ്പെടുകയും അദ്ദേഹം അത് കാണുകയും ചെയ്ത ഒരു ഗ്രന്ഥം ആയിരുന്നു ഞങ്ങളുടെ വിശ്വാസം. ചെറുതായ ഇവിടെ സമ്മേളിച്ച അധിക മുസ്ലിം സമുദായത്തിലുള്ള അംഗങ്ങളും ഇപ്പോഴും അവരുടെ ഹൃദയത്തിൽ ഒരു പക്ഷേ ആ സാരതന്നെയായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പരമാർത്ഥം അതല്ല. അത് വെറും ഒരു ചരിത്രമായി ആരോ രേഖപ്പെടുത്തി പിന്നീട് ആരോ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. വെറും ഒരു ചരിത്ര ഗ്രന്ഥം എന്നുള്ള അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മത്തായി, ലൂക്കോസ്, മാർക്കോസ്, യോഹന്നാൻ, ഈ 4 ബൈബിളുകളാണ് ഇന്ന് നിലവിലുള്ളത്. നിലവിൽ എന്ന് വെച്ചാൽ അവര് അംഗീകരിച്ച് എന്ന് പറയാൻ പറ്റും. അവർ ഇന്ന് അവരുടെ മതഗ്രന്ഥങ്ങൾ ആയും കൊണ്ട് അംഗീകരിച്ച് അടിസ്ഥാന ഗ്രന്ഥം, ആ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ 4 അവിടെ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാമല്ലോ. 4 വിധത്തിൽ ഉള്ള ബൈബിൾ എങ്ങനെ വന്നു? മത്തായി ഒരാളെ പേരാണ്, ലൂക്കോസ് മറ്റൊരാളെ പേരാണ്, യോഹന്നാൻ മറ്റൊരാളെ പേരാണ്, മാർക്കോസ് അത് ഒരാളെ പേരാണ്. എന്റെ ക്രിസ്തീയ സുഹൃത്തുക്കളും ചിന്തിക്കണം. എന്റെ ക്രിസ്തീയ സുഹൃത്തുക്കളും ചിന്തിക്കണം. ഈസലാം യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു വല്ലതോ നിൽക്കട്ടെ, അതേ സംബന്ധിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കാം. അദ്ദേഹത്തിന് അല്ലാഹുവിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങളെ അദ്ദേഹം രേഖപ്പെടുത്താതെ വിട്ടതെന്ത്? അങ്ങനെ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ അത് 4ാമത് എങ്ങനെ? ആലോചിച്ചുകൊള്ളണം, മനസ്സിലാക്കിക്കൊള്ളണം എന്നർത്ഥം. നമ്മൾ ഒരാളെ ആക്ഷേപിക്കുകയല്ല, അത് നമുക്ക് ആവശ്യവും ഇല്ല. അത് മുസ്ലിം സമുദായത്തിന്റെ ചരിത്രവുമല്ല. ഞങ്ങൾ മുസ്ലിം സമുദായം എന്ത് ചെയ്യുമെന്നാൽ ശരിയായി വിശ്വസിക്കുന്ന സിദ്ധാന്തങ്ങളും തത്വങ്ങളും അത് മറ്റുള്ളവരെ മനസ്സിലാക്കും. അവർ ഇഷ്ടാനുസരണം ഇസ്ലാമിലേക്ക് ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വരുമെങ്കിൽ വരും. അങ്ങനെ വന്നവരാണ് ഇത് ലോകത്തിൽ ഉള്ള മുസ്ലിം ജനസംഖ്യ മുഴുവൻ തന്നെ എന്ന് നമുക്ക് ധൈര്യസമേതം പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം തന്നെ യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ അല്ലാഹുവിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ലഭിച്ച സന്ദേശങ്ങളെ ക്രോഡീകരിക്കുകയും അദ്ദേഹം ശരിക്കും അതിന് മേൽനോട്ടം ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്യേണ്ടതായിരുന്നില്ലേ?
ആലോചിച്ചു പോകണം. അങ്ങനെ ഉണ്ടെന്ന് ആർക്കും തന്നെ പറയുക സാധ്യമല്ല. അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്യേണ്ട സംഗതി ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ 4 പേരിൽ 4 ബൈബിൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നതല്ല. 4 പേരിൽ 4 ബൈബിൾ എങ്ങനെ വന്നു? വളരെയധികം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. 4 പേരിൽ 4 ബൈബിൾ എങ്ങനെ വന്നു എന്നുള്ളത് തന്നെ അതിന്റെ മതിയായ തെളിവാണ്. ആ സംഗതി എന്തോ ചിലതാണ്, അതിന്റെ പിന്നിൽ എന്തോ ചിലതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത് തന്നെ മതിയായ തെളിവാണ്. ഈസാ അലൈഹിസ്സലാം തങ്ങൾ താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് രേഖപ്പെടുത്തുകയോ താൻ അതിന്റെ മേൽനോട്ടം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ വിശ്വാസയോഗ്യമാകുന്നത്? ശരി, വിശ്വാസയോഗ്യം ആകുമോ ഇല്ലേ? അത് മറ്റൊരു പ്രശ്നം. നമുക്ക് അതിനെ ചിന്തിക്കാം. പക്ഷേ വളരെ വ്യക്തമായ നിരക്ക് അവരുടെ ബൈബിൾ പുസ്തകങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്ത് കാണാൻ കഴിയും? ഓരോ ഒരു ചരിത്ര ഗ്രന്ഥം എന്ന രൂപത്തിൽ എഴുതിയതാണ് എന്ന് ശരിക്ക് അവരുടെ പുസ്തകങ്ങൾ ശരിക്ക് പരിശോധിക്കുന്നവർ കാണാൻ കഴിയും. ഞാൻ ഒരു വാചകം വായിക്കാം. ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ നല്ലവണ്ണം അത് ശ്രദ്ധിക്കണമെന്ന് അവരോടും അപേക്ഷയുണ്ട്. ശ്രീമാനായ തെയോസോഫിയോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകരുമായവർ, ആദ്യം മുതൽ ഈശ്വരാവിന്റെ സംഭവങ്ങൾ ആദ്യം മുതൽ കണ്ടവരും വചനത്തിന്റെ ഈശ്വരാവിനെ സംബന്ധിച്ച് ബൈബിളിലുള്ള വാചകമാണ്. വചനത്തിന്റെ ശുശ്രൂഷകരായിട്ടുള്ളവരും നമ്മെ താരമേൽപ്പിച്ച പോലെ നോക്കണം. ഈശ്വരാവിന്റെ നേരെ ശിഷ്യന്മാർ, ആ ശിഷ്യന്മാർ നമ്മെ വരമേൽപ്പിച്ച പോലെ ഇത് പറയുമ്പോൾ ഈശ്വരാവിന്റെ ശിഷ്യന്മാര് അതിന്റെ അതിന്റെ ശേഷമുള്ളവരാണ് ഈ ഗ്രന്ഥം എഴുതുന്നത്. വരമേൽപ്പിച്ച പോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ, നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെന്നല്ല. നബി എന്ന് ഞാൻ പറയുമ്പോൾ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ആ നബി എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. നബിയോ അല്ലേ എന്ന് നമുക്ക് പിന്നീട് ചിന്തിച്ചു നോക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ പറയേണ്ടതും സത്യവും യഥാർത്ഥവുമാണെങ്കിൽ പറയേണ്ടതും എന്നാണ്. ഈസാലിസ്ലാമിന്റെ ജീവിതത്തിൽ അവതരിച്ച് കിട്ടിയ കാര്യങ്ങൾ ആ കാര്യങ്ങളെ രേഖപ്പെടുത്തുന്നു. നേരെ കണ്ടവരല്ലെങ്കിലും എന്ന് പറയണം. നിങ്ങൾ തന്നെ ബൈബിളെടുത്ത് പരിശോധിച്ചോ. ആ സ്ഥലത്ത് പറയുന്നത് നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ. നമ്മുടെ ഇടയിൽ പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളുടെ ഒരു ചരിത്രം ചമപ്പാൻ, അത് ഉണ്ടാക്കാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട്, ആ പലരും അതിനെ ഒരുങ്ങുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം അറിയേണ്ടതെന്ന് ഞാൻ എഴുതുന്നു. നിനക്ക് ലഭിച്ച വാർത്തയുടെ ശരിയായ നിശ്ചയം അറിയേണ്ടതിന് എഴുതുന്നു. ലൂക്കോസ് 1-ാം അധ്യായം 23-ാം വാചകം ബൈബിളാണ്. നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. ഈസാ അലൈഹിസ്സലാം കൊണ്ടുവന്ന കാര്യങ്ങളോ അധികം മറുപടി അതിനുണ്ടാവില്ല. മനസ്സിലായോ? മറുപടി അതിനുണ്ടായിരിക്കും. അത് തന്നെയും അല്ല ഈ ലൂക്കോസ് എന്ന ആൾ ഈസാ അലൈഹിസ്സലാമിന്റെ നേരെ ശിഷ്യനോ ഈസാനെ കണ്ടാണോ? അല്ല. പുസ്തകത്തിന്റെ വ്യത്യാസങ്ങൾ നാം ധരിച്ചു വെച്ചതും
അതിന്റെ യഥാർത്ഥവും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ട് ആലോചിച്ചുകൊണ്ട് നേരെ ശിഷ്യനല്ല, ശിഷ്യന്റെ ശിഷ്യനാ. ആ ശിഷ്യന്റെ ശിഷ്യൻ തന്നെ എഴുതുന്നത് എന്താണ്? നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്താൻ എഴുതാൻ വേണ്ടി പലരും തുനിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും തുനിഞ്ഞത് കൊണ്ട് അതിന്റെ യഥാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത് എഴുതുന്നു എന്നാണ്. അപ്പോൾ പലരും ചരിത്രം എഴുതിയിട്ടുണ്ട്. ആ പലരും ചരിത്രം എഴുതിയതിൽ പല സംഗതികളും വന്നിട്ടുണ്ട്. ആ പല സംഗതികൾ വന്നതിന് തിരുത്താൻ വേണ്ടി ഇദ്ദേഹം ലൂക്കോസ് ഈ പുസ്തകത്തിൽ ബൈബിളിൽ എഴുതിയ പുസ്തകങ്ങൾ എവിടെ? മറ്റു പലരും എഴുതിയെന്ന് പറയുന്ന പുസ്തകങ്ങൾ എവിടെ? അത് പാസാണ്. അത് വേണ്ട, ഈ 4 മതി എന്ന് പാസാണ്. അങ്ങനെയല്ലേ? നാം മനസ്സിലാക്കിയതും നമ്മുടെ പരിശുദ്ധ ഖുർആൻ കൂടിയാണ് ബൈബിൾ എന്നാണ്. ഒരിക്കലും അത് അപ്രകാരം ഉള്ളതല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് ആ ബൈബിളിന്റെ സ്വന്തം വാക്യത്തിൽ നിന്ന് തന്നെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയല്ല, അത് വെറും ഈസാ അലൈഹിസ്സലാമിന്റെ കുറെ കാലശേഷം ചരിത്രം എന്ന നിലക്ക് ആരോ എഴുതി വെച്ചിട്ടുള്ളതാണ്. ആ പുസ്തകം ആണ് ഇന്ന് വേദഗ്രന്ഥം എന്ന നിലക്ക് അവർ കൊണ്ടു നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. മുസ്ലിം സമുദായത്തിൽ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. പരിശോധിച്ചു നോക്കുമ്പോഴാണ് ഈ യാഥാർത്ഥ്യം വിളിച്ചിട്ട് വരുന്നത്. ഈസാ അലൈഹിസ്സലാം തനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതരിച്ചു കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളെ പ്രത്യേകമായ നിലക്ക് രേഖപ്പെടുത്തുകയോ അതിനെ ശരിക്ക് ഒരു പുസ്തക രൂപത്തിൽ ആക്കി തീർക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മനസ്സിലാക്കാം. തന്റെ കാലശേഷം തന്റെ ശിഷ്യന്മാരെ എഴുതിയിട്ടുള്ളതാണ്. അതിൽപ്പെട്ട ആളാണ് ലൂക്കോസ്. അത് തന്നെയും ചരിത്രത്തിലൂടെ കടലോത്തൊരിഞ്ഞിരിക്കൊണ്ട് നിനക്ക്, അതായത് ഈ പുസ്തകം എഴുതുന്നത് തന്നെ തിയോസോഫിലോസ് എന്ന് പറഞ്ഞ രാജാവ് അയാൾക്ക് വേണ്ടി എഴുതിയതാണ്. ഒരു വേദഗ്രന്ഥം മറ്റൊരാൾക്ക് വേണ്ടി എഴുതുന്നുണ്ടോ? അതിന്റെ സത്യാവസ്ഥ റിക്കാർഡ് ചെയ്യലല്ലേ. നിങ്ങളാരും ശ്രദ്ധ അങ്ങോട്ട് കൊടുത്തിരിക്കരുത്. നാം നമ്മുടെ പുസ്തകത്തിൽ നേരത്തെ പുസ്തകത്തിലുള്ള വചനങ്ങൾ, ആ വചനങ്ങളുടെ അർത്ഥം ആണ് ഈ പറയുന്നത്. അത് നിശ്ചയിക്കാൻ ആർക്കും സാധ്യമല്ല. ഇവിടെ അവരെ പുസ്തകം അല്ലേ, അവരെ പ്രസിദ്ധീകരിച്ചതല്ലേ. ആ പ്രസിദ്ധീകരിച്ച പുസ്തകം ആണല്ലത്. ഞാൻ ആ ചെറിയ എഴുത്തായത് കൊണ്ട് ഇനിയത് മാത്രമേ ഉള്ളൂ. ആലോചിച്ചു. അപ്പോൾ ഈ പുസ്തകം ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഒരടിസ്ഥാന രഹിതമാണ്. ഇവർ കാര്യകാരണ സഹിതം ഒരു നിഷ്പക്ഷ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയും. തിരുവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ അല്ല. അത് ഒരാമത്തി അത് വായിച്ചു നോക്കുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാവുന്നതും ആണ്. അത് ലൂക്കോസാണ്. ഇനി യോഹന്നാൻ, അത് മറ്റൊരു ബൈബിളാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, ഈ ശിഷ്യൻ ഈ എഴുതിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഈ ശിഷ്യൻ ഇതിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നവനും, ശിഷ്യൻ ഇസ്ലാമിന്റെ ശിഷ്യൻ, അദ്ദേഹം ശിഷ്യനാകുമ്പോൾ ഇത് എഴുതിയവനും ആകുന്നു. അപ്പൊ ശിഷ്യനാണ് എഴുതിയത്, ശിഷ്യൻ ആണ് എഴുതിയത്. അങ്ങനെ മാത്രമല്ല, അത് തുടർന്നുകൊണ്ട് പറയുന്നത് അവന്റെ സാക്ഷ്യം എന്ന് ഞങ്ങൾ അറിയുന്നു. ആ ഞങ്ങൾ മാഷാ അല്ലാഹ്, ആ രീതി കുട്ടിയാണതില്ലേ, ആ രീതി കുട്ടിയാണ്. അവന്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു. അയാൾ എഴുതി എന്ന് പറയുന്നു, യോഹന്നാൻ എഴുതി എന്ന് പറയുന്നു, അയാൾ ശിഷ്യനാണ് എന്ന് പറയുന്നു, അയാൾ എഴുതിയിട്ടുണ്ട്, അയാൾ എഴുതി. അതേ തുടർന്നുകൊണ്ട് പറയുന്നത് അവന്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു. അതോ അതേ ബൈബിൾ. ആ ഞങ്ങൾ അറിയുന്നു എന്ന് ഞങ്ങൾ ആരാണ്? ബുദ്ധിയുള്ളവർ ശരിക്കും ചിന്തിച്ചു നോക്കണം. കക്ഷി വ്യത്യാസമൊന്നുമില്ല. നോക്കാം,
ഇത് യോഹന്നാൻ 21-ാം അധ്യായം 24-ാം വാചക. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനും ആകുന്നു. ഇത് എഴുതിയവനും ആകുന്നു. എഴുതിയ ശിഷ്യൻ എഴുതിയതാണ് ഈ ബൈബിൾ, ഈ പുസ്തകം. അത് വഴിയിലിരിക്കട്ടെ. ആ ശിഷ്യൻ എഴുതി മനസ്സിലാക്കണം. അതിന് ശേഷം പറയുന്ന അവന്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളാണ്. അതെങ്ങനെയാ അതിൽ കൂടി? അതിലെങ്ങനെയാ വന്നുകൂടി? മാന്യ സുഹൃത്തുക്കൾ ശരിക്കൊന്ന് ചിന്തിക്കുന്നോ? യോഹന്നാൻ ഒരു ബൈബിളാണ്. ആ ബൈബിൾ എഴുതി രേഖപ്പെടുത്തിയതിനു ശേഷം ഇത് ഒരു ആക്ഷേപമല്ല, ഒരു വെറുതെ എന്തെങ്കിലും സംസാരിക്കുകയും അല്ല. നിഷ്പക്ഷ ബുദ്ധിയോട് കൂടി ശരിക്ക് സത്യാന്വേഷണ ബുദ്ധി ആരുടെ കൈവശത്തിൽ ഉണ്ടെങ്കിലും അവർ ചിന്തിക്കണം എന്നേ ഉള്ളൂ. നമുക്ക് കഷിത്വം ഇല്ല. ഞങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അർത്ഥമില്ലാത്ത പുസ്തകം എന്നാണ്. കാരണം ആലോചിച്ച് നോക്കും, ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനോ ആകുന്നു. ശരി, സമ്മതിച്ചു. എഴുതിയവൻ യോഹന്നാൻ എന്ന ശിഷ്യൻ സുവിശേഷം എഴുതിയവനാണ്. അതിനെ തുടർന്നുകൊണ്ട് പറയുന്നു, അവിടെ തന്നെ പറയുന്നു, അവന്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ഞങ്ങൾ ആരാണ്? ആ വാചകം അതിൽ എങ്ങനെ വന്നുകൂടി? ആലോചിച്ച് നോക്കാം. അപ്പോൾ ആരോ ഇഷ്ടാനുസരണം എന്തെല്ലോ ചില വചനങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ എഴുതി കൂട്ടിയിട്ടുണ്ട്. ഏതാണല്ലോ യഥാർത്ഥത്തിൽ ഒരു വാചകം തെളിയിക്കുന്നത്? നമ്മുടെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ വലിയ വക്കീൽമാരൊക്കെ ഉണ്ടാവും, ബാലകന്മാരൊക്കെ ഉണ്ടാവും, കേസ് വാദിക്കും കോടതിയിൽ. ഇന്ത്യ ഗവൺമെന്റിന്റെ ആക്ട് എടുത്തിട്ട് അതിന്റെ ആ പാചകത്തിന്റെ അർത്ഥം ഇതായി ഇതിങ്ങനെ വാദിക്കും. ആ ബാലകന്മാർ ഈ വാചകത്തിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഇത് ഒരു വിശ്വാസയോഗ്യപ്പെടുന്ന ഒരു സംഗതിയാണ് എന്നാർക്ക് തീരുമാനിക്കാൻ കഴിയും? ഞങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ ഒരിക്കലും ഇതൊരു വിശ്വാസയോഗ്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്ത്യയിൽ ബൈബിളാണ്. മനസ്സിലായി? ശരിക്ക് ചിന്തിക്കാം. ആശയമല്ല ഇത്. ഇത് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ എന്തിനു പറയിക്കുന്നത്? നിങ്ങൾ ബുദ്ധിയും വിവേകവും സങ്കേതവും ഉള്ളവരിൽ ഇത്തരം പ്രവൃത്തികൾ നിങ്ങളിൽപ്പെട്ടവർ ചെയ്യുന്നതിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഞങ്ങൾ വല്ല ലഘുരേഖയിൽ, മുസ്ലിം സമുദായം വല്ല ലഘുരേഖയിലും ബൈബിൾ കോപ്പി ചെയ്തിട്ട് വിതരണം ചെയ്തിട്ടുണ്ടോ? ആ വാതിലെന്തിന് നിങ്ങൾ തുറക്കുന്നു? മുസ്ലിം സമുദായത്തോടെ ഇത്തരം കാര്യങ്ങൾ എന്തിന് നിങ്ങൾ ഉപദേശിക്കുന്നു? അതായത് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? മുസ്ലിം സമുദായത്തിൽ ആരും തന്നെ ഇത്തരം കാര്യങ്ങൾ അറിവുള്ളവർ ഇല്ല എന്ന് തെറ്റിദ്ധരിച്ചോ? അത് വെറും തെറ്റിദ്ധാരണയാണ്. ഈ കാര്യങ്ങൾ ഇന്നും ഇന്നലെയുമല്ല. ഇസ്ലാമിന്റെ ആരംഭം മുതൽ ഇത്തരം കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ശരിക്ക് ആലോചന ചെയ്യപ്പെട്ടതാണ്. ഇന്നും ആഫ്രിക്കയിലും ലണ്ടനിലും അമേരിക്കയിലും എത്രയോ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഈ സത്യാവസ്ഥ മനസ്സിലാക്കിയുമ്പോൾ, ഇസ്ലാമിന്റെ സത്യാവസ്ഥ ഗ്രഹിച്ചുകൊണ്ട് അതിന്റെ താത്വികമായ തത്വം എന്താണെന്ന് ഞാൻ പിന്നീട് അതിനെപ്പറ്റി സംസാരിച്ചുകൊള്ളാം. ഏതൊരു മതത്തിന്റെയും ഇലാഹിയായ മതമാണെങ്കിൽ അള്ളാഹുവിനെ പ്രചോദിച്ച റബ്ബാനിയായ ഒരു മതം ആണെങ്കിൽ ആ മതത്തിന്റെ അഭിമാനം ശരിയായിരിക്കണം. അടിസ്ഥാനം ശരിയാവാം. അടിസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉള്ള സാധനം തന്നെ ആവണം. അപ്പോഴേ അത് ദൈവികമായ മതം ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഇലാഹിയായ മതം ആവുകയുള്ളൂ എന്നതിൽ സംശയമില്ലല്ലോ. ആരെങ്കിലും എഴുതിണ്ടാക്കിയാൽ അത് ദൈവികം ആണോ? അത് ഒരിക്കലുമല്ല. ഞങ്ങളത് മനസ്സിലാക്കുമോ? ഇല്ല.
റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് ഇസ്ലാമിന്റെ വിശേഷതയാണ്. ലോകത്തിൽ ഒരു മതം ആകാമില്ല. ആയിരക്കണക്കിനുള്ള നിവേദനങ്ങളുടെ ചരിത്രം, ഹദീസ് നിവേദനം, നബിമാരുടെയും നബിചര്യയുടെയും നിവേദനം ചെയ്യുന്ന ആകാം. ആ ആളുകളുടെ ആയിരക്കണക്കിനുള്ള ആളുകളുടെ ചരിത്രം രേഖപ്പെടുത്തി അവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന ആളുടെ സ്വഭാവം ഇന്നതാണ്, പറഞ്ഞ ആളുടെ സ്വഭാവം ഇന്നതാണ്, അയാൾ വിശ്വാസയോഗ്യനോ അല്ലേ, ഇതെല്ലാം തന്നെ കൂലകഷമായി പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുള്ള സാധനം ആണ് പരിശുദ്ധേശ്വര. ഞങ്ങൾ ആരും തൊട്ട് കഴിക്കണ്ട. മനസ്സിലായിക്കോ? നോക്കൂ, ഞാൻ പറയുന്നതല്ലേ, നിങ്ങൾ ഓരോരുത്തർക്കും ഏത് നിഗമനത്തിൽ എത്താൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചുകൊണ്ടാണ്. ഈ സംഗതി ശരിയാണെങ്കിൽ എന്ത് നിഗമനത്തിൽ എത്താൻ കഴിയും? അത് വളരെ വ്യക്തമാണ്. എന്ത് യോഹന്നാൻ അദ്ദേഹത്തിന്റെ സുവിശേഷത്തിൽ, അദ്ദേഹത്തിന്റെ ബൈബിൾ അതെ യോഹന്നാൻ എന്ന് ഒരാൾ എഴുതിയതാണ് എന്നാണ് ഉറപ്പ്. അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ, ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ പറയുന്നത്. ഞാൻ ഇതിനെ സംബന്ധിച്ച് പല പാതിമാരുമായി ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഈ ഇസ്ലാമിന്റെയും ക്രിസ്തുമതത്തിന്റെയും സിദ്ധാന്തങ്ങളും തത്വങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാത്ത ആളല്ല ഞാൻ. ഞാൻ സംസാരിച്ചിട്ട് ധാരാളം സംസാരിച്ചിട്ടുണ്ട്. യോഹന്നാൻ ഒരാളാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള സുവിശേഷമാണ്. ആ സുവിശേഷം, അദ്ദേഹം എഴുതിയിട്ടുള്ള സുവിശേഷം അയാളുടേത് ആണ്. എഴുതിയത് ശരിയോ തെറ്റോ അത് നമുക്ക് പിന്നെ നോക്കാം. പിന്നീട് പറയുന്നത് അവന്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പൊ ഈ സുവിശേഷം, യോഹന്നാൻ സുവിശേഷം എത്രയാണ് കൂടിയതാണ്? കുറെ ആൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ സുവിശേഷം എഴുതിയത് ഞാനാണ് എന്ന് അതിൽ എങ്ങനെ പറയുന്നത്? അത് ശരിയാണെന്ന് ഞങ്ങൾ സാക്ഷ്യം പറയുന്നു എന്നാൽ എന്റെ പിന്നിൽ എങ്ങനെ വന്നു? ആലോചിച്ചുകൊണ്ട്, അതായത് ഇവരെല്ലാം തന്നെ പരസ്പര വൈരുദ്ധ്യങ്ങളും വിശ്വാസികളും അച്ചലത്തെയും കാര്യങ്ങൾ ആണ് എന്നതിന് ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.